അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് സാമന്ത പ്രൊഡ്യൂസ് ചെയ്ത ശുഭം എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടാവും, ഞാൻ മൊത്തം കഥയാണ് പറയാൻ പോകുന്നത്. സോ പടം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണണമെന്ന് വിചാരിക്കുന്നവർ കാണണ്ടാവും. ഇത് ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെയിൽ ആക്ടർ ആയാലും അല്ലെങ്കിൽ ഫീമെയിൽ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിൽ അവർക്ക് പടത്തിൽ അഭിനയിച്ചതിന് കിട്ടുന്ന സാലറി സെയിം ആണ്. അങ്ങനെ ഫസ്റ്റ് കൊടുക്കുന്ന ആദ്യത്തെ ആളാണ് സാമന്ത. ബാക്കി നമ്മുടെ കുറേ സ്ത്രീ നായികമാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷെ അവരവരുടെ സ്വന്തം പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ടോക്സിക്കൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. പക്ഷെ ഇതിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇനി പടത്തിനെ പറ്റി പറയാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദഹിക്കുന്ന ഒരു ടൈപ്പ് പടം ആകണമെന്നില്ല. ഞാൻ പടം കണ്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുണ്ട്, നല്ല നാച്ചുറൽ കോമഡീസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തൊരു സ്റ്റോറിയാണ്. അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലോ. അപ്പം ഇത് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം പടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫ്രണ്ട്സിനെ ആണ് പടം ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് 3 ബോയ്സ്. ഒരാൾ ഒരു കട നടത്തുന്നു, ഒരു എന്താ പറയുക അരിയും പച്ചക്കറിയൊക്കെ വെക്കുന്ന ഒരു കട നടത്തുന്നു. ഒരാൾ കേബിൾ ഓപ്പറേറ്ററാണ്, ഒരാൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കേബിൾ ഓപ്പറേറ്റർ കല്യാണം നോക്കുകയാണ്. അയാൾ നല്ല പഠിപ്പുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അത് ആ പടത്തിൻ്റെ ഒരു സൈഡിലുള്ള കഥ ഇതാണ്. ഇനി വേറൊരു സൈഡിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും കാണുന്ന ഒരു സീരിയലുണ്ട്. ആ സീരിയൽ വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ക്യാരക്ടർ, ആ സീരിയലിലെ ക്യാരക്ടർ അയാളുടെ വൈഫിന് ആയിട്ട് അടിയാവും. 1000 എപ്പിസോഡ് അടിയായിരിക്കും. 1000 എപ്പിസോഡ് വൈഫ് ഇയാളെ നന്നാക്കാൻ നോക്കും. അടുത്ത 1000 എപ്പിസോഡ് ഹസ്ബൻഡിന് തൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായിട്ട് വൈഫിനെ തേടി എല്ലായിടത്തും തപ്പിപ്പോകുന്നതാണ് ആ 1000 എപ്പിസോഡ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ അവസാനിക്കാത്ത പണ്ടത്തെ എന്താ പറയുക ചന്ദനമഴയൊക്കെ പോലെ മെഗാ സീരിയലായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. അത് ഒരു സൈഡിലുള്ള കഥ. അപ്പോൾ നമ്മുടെ കേബിൾ ഓപ്പറേറ്റർ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഈ കുട്ടി ഭയങ്കരമായി പഠിച്ചത് കൊണ്ട് ഈ കേബിൾ ഓപ്പറേറ്ററിൻ്റെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമില്ല. അവൾ പറഞ്ഞ നിലക്ക് നിൽക്കത്തില്ല, പണിയെടുക്കില്ല, അഹങ്കാരിയാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് പറയും. പക്ഷെ ഇവന് ഭയങ്കര ഇഷ്ടമായതിൻ്റെ പേരിൽ അത് പ്രൊസീഡ് ചെയ്യും. അപ്പോൾ ഇവൻ്റെ 2 ഫ്രണ്ട്സിലൊരു ഫ്രണ്ട്, അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് പറയും, അയാൾ ഈ സിഗ്മ മെയിൽ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ്. ചുമ്മാ കൈ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നൊന്നും പറയില്ല, കൈ നീട്ടും. അപ്പം വൈഫ് വന്നിട്ട് അവിടെ കാപ്പി വെച്ച് കൊടുക്കും. തിന്ന പ്ലേറ്റിൻ്റെ മുന്നിൽ കൈ കഴുകാൻ കൈ നിവർത്തും. അപ്പം കപ്പിൽ വെള്ളം കൊണ്ടുവന്ന് കൈ കഴുകി കൊടുക്കും, തോർത്തെടുത്ത് കൊടുക്കണം, അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കണം. അയാൾ രാജാവ് എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പം അയാൾ ഈ കേബിൾ ഓപ്പറേറ്ററിനെ ഉപദേശിക്കും, നമ്മൾ ഒരിക്കലും വൈഫിൻ്റെ മുമ്പിൽ താണു കൊടുക്കാൻ പാടില്ല, നമ്മളായിരിക്കണം ലീഡ്, നമ്മളെ പേടിച്ചിട്ട് വേണം അവർ ജീവിക്കാൻ. കേബിൾ ഓപ്പറേറ്റർ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരുന്നില്ല, പക്ഷെ ഇയാളുടെ ഈ എന്താ പറയുക ബ്രെയിൻ വാഷ് കാരണം കുറച്ച് ആ രീതിയിലേക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങും അവളടുത്ത്. പക്ഷേ മറ്റേ കേബിൾ ഓപ്പറേറ്ററിൻ്റെ വൈഫായി വരുന്ന കുട്ടി നല്ല പഠിപ്പുള്ളതായതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യില്ല. ഇവൻ എന്താ പറയുക ഭരിക്കാൻ നിൽക്കുമ്പോൾ അവളത് ഉടച്ച് കൈ കൊടുക്കും. ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പോൾ 9 മണിയായി, സമയം 9 മണി. ഇവർ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് 9 മണിയായി. അപ്പോൾ പെട്ടെന്ന് ഇവളുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറും. ടി വി വെച്ച് ടി വിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇവൻ പറയുന്നതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്നത്തെ ടി വി കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇവൾ കേൾക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്യും, കേബിൾ ഓപ്പറേറ്റർ പോയിട്ട് ടി വി ഓഫ് ചെയ്യും. അപ്പം അവിടെ ഒരു ഭദ്രകാളി നിൽക്കുന്നത് പോലെ ഒരു സംഭവം ഇവൻ കാണും, ഒരു പേടിപ്പിക്കുന്ന എന്തോ ഒരു രൂപം. അപ്പോൾ ഇത് ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയും, അവരൊക്കെ കളിയാക്കും. അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാവും ഈ 9 മണിക്ക് ആ നാട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനൊരു ബാധ കയറിയതുപോലെ ആവുന്നു, ആ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിൽ നടക്കുന്ന 1000 എപ്പിസോഡ് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ 9 മണിക്കാണ്. അപ്പോൾ ഈ 9 മണിക്ക് പ്രേതം കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എടുത്തെറിയും, ചിലപ്പോൾ ആകാശത്ത് ഉയർത്തും, അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ വരും. അപ്പം നമ്മുടെ സിഗ്മ മെയിലിനൊക്കെ പേടി വരാൻ തുടങ്ങി, വൈഫിനെ പേടി വരാൻ തുടങ്ങി. സോ അയാൾ കുറച്ച് ഒരു പൊടിക്ക് അടങ്ങി വൈഫിന് കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇവർക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം. സൊല്യൂഷന് വേണ്ടിയിട്ട് അവരെത്തുന്നത് ഒരു മന്ത്രവാദി എന്ന് പറയുന്ന ഒരാൾ, അതാണ് നമ്മുടെ സാമന്ത.
അവിടെ എത്തും. അപ്പോൾ സാമന്ത ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് പറയും, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ അവരുടെ മുടി ഇട്ട് കഴിഞ്ഞാൽ ആരാണ് അവരുടെ ദേഹത്തുള്ളതെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഇവർ ഈ 9 മണിക്ക് പ്രേതം കയറിയിരിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടു. ആ സീനൊക്കെ നല്ല കോമഡിയാണ്, അവർ പേടിച്ചു വിടുന്ന സീനൊക്കെ. ഈ 3 വൈഫുമാരുടെയും, അതായത് ഈ 3 ഫ്രണ്ട്സ് അവരുടെ വൈഫുമാരുടെ മുടി ഒരു കഷ്ണം മുറിക്കാൻ നോക്കും. എന്നിട്ട് ഈ പറയുന്ന അവർ കൊഴുത്ത ആ വെള്ളത്തിൽ ഇട്ട് വെക്കും. അപ്പോൾ നമ്മുടെ സിഗ്മ മെയിൽ മാത്രം അത് വർക്ക് ചെയ്യില്ല എന്ന് വെച്ചിട്ട് ആ പാട്ട് എടുത്തിട്ട് കിണറ്റിൽ തട്ടും. ബാക്കി 2 പേരും അവിടെ വെക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റൂം മൊത്തം കിണറ്റിലൊക്കെ ഒരു പുക വരും. അപ്പോൾ എന്താ അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമ്മമാർ അല്ലെ അമ്മമ്മമാരാണ് ഇവരുടെ ഈ ദേഹത്ത് കയറുന്നത്. അവരുടെ വൈഫുകളുടെ ദേഹത്ത് 9 മണിക്ക് കയറുന്ന പ്രേതം അവരുടെ മരിച്ചുപോയ അമ്മമ്മമാരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതായത് ഈ സീരിയൽ കുറേ വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരവരുടെ ലൈഫ് ടൈം മൊത്തം കണ്ടിട്ട് ഈ സീരിയൽ തീർന്നിട്ടില്ല, അതിനൊരു ഹാപ്പി എൻഡിങ് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്കത് ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. അവരെല്ലാ ദിവസവും 9 മണിക്ക് വന്നിട്ട് ദേഹത്ത് കയറി സീരിയൽ കാണും. അപ്പം ഇവരാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഇല്ല. 9 മണിക്ക് ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇതിനെ എങ്ങനെ ഒഴിവാക്കുന്നുള്ള ഒരു തോട്ടിൽ സീരിയൽ ഇവർ റീക്രിയേറ്റ് ചെയ്യും. അതായത് അതിലെ ക്യാരക്ടേഴ്സ് ഇവർ തന്നെ ഓരോ ആൾക്കാരെ പുതുമുഖങ്ങളാണ് വന്നതെന്ന് പറഞ്ഞ രീതിയിൽ ഇവരുടെ കേബിൾ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഡേ വിശ്വസിക്കും. സെക്കൻഡ് ഡേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സീരിയലിനെ ഹാപ്പി എൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് സീരിയൽ ഇവർ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഈ സീരിയലിലെ നടന് വൈഫ് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. സോ ആ സീരിയൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ് എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പറയും, ചേട്ടൻ ഇഷ്ടമല്ലല്ലോ ഞാൻ ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ജോലിക്ക് പോവില്ല. അങ്ങനെ അവിടെ ഹാപ്പി എൻഡിങ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആത്മാക്കൾക്ക് ആ എൻഡിങ് ഇഷ്ടാവില്ല. ആത്മാക്കൾ ഫുൾ വയലൻ്റ് ആവും. അവർ പറയും, ഞാനൊരു 10 രൂപക്ക് നിൻ്റെ മുമ്പിൽ കൈ നീട്ടാണല്ലേ, എനിക്ക് ഈ ക്ലൈമാക്സ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഫുൾ വയലൻ്റ് ആവും. എന്നിട്ട് അവർ വീണ്ടും ക്ലൈമാക്സ് റീറൈറ്റ് ചെയ്യും. എന്താ പറയുക, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടുകൂടെ തന്നെ ക്ലൈമാക്സ് ഉണ്ടാകുന്ന രീതി. അതായത് ആ സീരിയലിലെ ഹീറോയ്ക്ക് ഒരു ആക്സിഡൻറ്റ് നടക്കും. ആക്സിഡൻറ്റിൽ ബ്ലഡ് ഇവളാണ് കൊടുക്കുക. അപ്പം ഇവളുടെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, സാധാ ടിപ്പിക്കൽ ക്രിഞ്ച് ഒരു എൻഡിങ് ആക്കി വെക്കും. അപ്പം അത് കണ്ടപ്പോൾ ഈ ആത്മാക്കൾ ഹാപ്പി, അവർ എന്താ പറയുക അറ്റ് പീസായി. അങ്ങനെ ആണ് സിനിമ തീരുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ കാണാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഇതിലെ കോമഡിയൊക്കെ നല്ല രസമാണ്. സോ 1 ടൈം ഇരുന്ന് കാണാൻ നല്ല രസമാണ്.